ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൾട്ടിപെറ്റൽ റെയിൻ ലില്ലിയാണ്. പൊതുവേ മഴക്കാലം എന്ന് പറയുന്നത് പൂക്കളെല്ലാം വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നിറച്ച് പൂക്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെടിയാണ് റെയിൻ ലില്ലി എന്ന് പറയുന്നത്. മറ്റുള്ള റെയിൻ ലില്ലിയൊക്കെ അപേക്ഷിച്ചിട്ട് ഇത് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്ന ഹൈബ്രിഡ് റെയിൻ ലില്ലിയാണ്. ഇതിൻ്റെ പൂന്തണ്ടുകൾക്കൊക്കെ നല്ല നീളമാണ്. സാധാ റെയിൻ ലില്ലിക്കൊക്കെ പൂന്തണ്ടിന് ഇത്രയും നീളമില്ല. അപ്പം ഇങ്ങനെ ഈ നീളമുള്ള തണ്ടിൽ ഇങ്ങനെ കാറ്റിലാടി നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ്. സാധാരണ പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ പല കളറുകളും അവൈലബിളാണ്. ഓറഞ്ച്, പീച്ച്, അങ്ങനെ പല കളറുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പീച്ച് കളറും ഒരു ലൈറ്റ് പിങ്ക് കളറുമാണ് ഉള്ളത്. ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ ഈ ചെടിയുടെയൊക്കെ താഴെ ഇങ്ങനെ ഉള്ളി പോലെയുള്ള വേരുകളാണുള്ളത്. അത് ആ ബൾബെന്നാണ് പറയുന്നത്. അത് നമ്മൾ മാറ്റി നടുകയാണെങ്കിൽ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിന് പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതിനകത്ത് വിത്തുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ വിത്തുകൾ ഉണ്ടാകാൻ എളുപ്പം എന്ന് പറയുന്നത് പൊതുവേ മഞ്ഞയും വെള്ളയുമാണ്. സാധാരണ പിങ്ക് കളറിൻ്റെ വിത്തുകൾ അങ്ങനെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ കീടരോഗബാധയൊക്കെ പൊതുവേ കുറവായിട്ടുള്ള ഒരു ചെടിയാണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ വെക്കുന്ന പോട്ടിൽ നല്ല നീർവാഴ്ചയുള്ളതായിരിക്കണം. വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൾബുകളൊക്കെ ചീഞ്ഞ് പോയിട്ട് ചെടി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അധികം പൂക്കളുണ്ടാകാതെ നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇലയായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇലകളെല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് നല്ല രീതിയിൽ ജൈവവളം എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, അത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പുതിയ മുട്ടുകളായിട്ടാണ് ഇത് മുഴുവനും ഇങ്ങനെ വരുന്നത്. അങ്ങനെ നമുക്ക് പൂക്കളുടെ എണ്ണമൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിൽ നടുകയാണെങ്കിൽ ഒരുപാട് ബൾബുകൾ ഇങ്ങനെ ഉണ്ടായിട്ട് നിറഞ്ഞ് ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ ഹൈബ്രിഡ് ചെടിക്കൊക്കെ അത്യാവശ്യം വിലയുള്ളതാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ ഒരു ബൾബിന് മാത്രം ഞാൻ 120 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ എന്തായാലും പൂക്കളിങ്ങനെ നല്ലതായിട്ട് തരുമ്പോഴത്തേക്ക് നമുക്കതൊരു വില കൂടുതലായിട്ട് തോന്നാറില്ല. സാധാരണ പിങ്കും അതുപോലെ തന്നെ വെള്ളയ്ക്കൊക്കെ 40 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചെടികൾ വാങ്ങിക്കാൻ പറ്റും. ഇതിന് അത്യാവശ്യം മൾട്ടിപെറ്റലായതുകൊണ്ട് വില ഉള്ളതാണ്. പക്ഷേ ഈ പൂക്കളിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ട് നമുക്ക് വിലയൊന്നും നമ്മളത്ര കാര്യമാക്കത്തില്ല. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിറച്ച് തേനൊക്കെ ഉള്ളതുകൊണ്ട് പൂന്തോട്ടത്തിൽ എപ്പോഴും അതുപോലെ ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ തേനീച്ചകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അങ്ങനെ കണ്ണിന് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇതിന് ഈ പറഞ്ഞ പോലെ തണ്ടിന് നീളം കൂടുതലായതുകൊണ്ട് ഒരുപാടങ്ങ് മഴ കിട്ടുന്നിടത്ത് അധികം വെക്കാത്തതാണ് നല്ലത്. അപ്പം മഴയൊക്കെ വീണിട്ട് അതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികം മഴ കൊള്ളാത്ത വിധത്തിൽ വെക്കുകയാണെങ്കിൽ പൂക്കൾ 2 ദിവസമൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകതയും വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.